അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ സാദാതീങ്ങളെ, ഉസ്താദുമാരെ, സഹോദരി സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, എല്ലാവരും ഇന്ന് ആകാംക്ഷയോടെ ഈ സദസ്സിൽ കാത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ വരവിനെയാണ്. ഇവിടെ കൂടിയിട്ടുള്ള സയ്യിദന്മാര് പല വിഭാഗക്കാരായിട്ടുള്ള, അതായത് വിഭാഗം എന്ന് പറഞ്ഞാൽ ഹൈദ്രോസ്, സഖാഫ, ബാഫഖി, ബാഅലവി തുടങ്ങി നിരവധി സാദാത്യങ്ങളുടെ സമ്മേളനമാണ് ഇവിടെ. എല്ലാവരും ഉന്നതിയിൽ നിന്നും ഉന്നത പദവി അർഹിക്കുന്നവരാണ്. എല്ലാം എത്തിച്ചേരുന്നത് ആരംഭപ്പൂവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുതൂതരുടെ രക്തത്തിലേക്കാണ്. ഈ സാധുവായ ഒന്നുമല്ലാത്ത എന്നെ ഇവിടെ ഒരു അതിഥിയായി ക്ഷണിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ മഹാന്മാരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ ഒരിക്കലും ഒരു തരത്തിലും യോഗ്യതയുള്ള ഒരു വ്യക്തിത്വത്തിനുടമയല്ല ഞാൻ. എങ്കിലും ഇവിടെ ആശംസകൾ അർപ്പിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. അല്ലാഹുവിനെ അതിരറ്റ് സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നാം ഇന്ത്യ രാജ്യത്ത് പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ നമുക്കെതിരായി പല തരത്തിലുള്ള നീക്കങ്ങളും ഉപദ്രവങ്ങളും അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജീവിക്കാൻ വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രകോപനങ്ങളും നമ്മെ ചൊടിപ്പിക്കാൻ വേണ്ടി പലതരത്തിലും വരുമ്പോൾ അതിനെല്ലാം നിയന്ത്രിച്ച് മധ്യസ്ഥത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ജഡ്ജിമെന്റിന് വേണ്ടിയിട്ടും നാം ഏവരും സമീപിക്കുന്ന ഒരു ജഡ്ജി അതുപോലെ തന്നെ ഒരു കോർട്ടാണ് പാണക്കാട് സയ്യിദ് കുടുംബങ്ങളും. എല്ലാ സയ്യിദന്മാരും ഇവിടെ ഏകദേശം എല്ലാ വിഭാഗക്കാരും സന്നിഹിതരായിട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എന്റെ കുടുംബവും ഞാനും കടപ്പെട്ട് ബന്ധപ്പെട്ട് എന്നും അവരുടെ പൊരുത്തവും അവരുടെ അനുഗ്രഹവും തേടിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സാധുവായ മനുഷ്യനാണ് എന്റെ മാതാവ്. അതിലൊരു പ്രത്യേകതയുണ്ട്. ബഹുമാനപ്പെട്ട PMS ഫൂക്കോയ തങ്ങളും എന്റെ മാതാവും ഒരേ ദിവസമാണ് ജനിക്കുന്നത്. അതിന്റെ പേരിൽ തന്നെ മാതാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് നിരവധി തവണ എന്റെ മാതാവിന്റെ വിരലും പിടിച്ച് ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ പാണക്കാട് സന്ദർശിക്കുന്ന അന്ന് മുതലേ പാണക്കാടുമായി അവിടുത്തെ പുത്തൻപുരക്കൽ കുടുംബവുമായി ബന്ധപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. കൊടപ്പനക്കൽ എന്ന് പറയുമ്പോൾ അത് അവരുടെ രണ്ടാം സ്ഥാന പേരാണ്. പുത്തൻപുരക്കൽ എന്ന് ആയിരുന്നു ആദ്യത്തെ സ്ഥാനപ്പേര്. പിന്നീട് അവര് അറക്കൽ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ച് അങ്ങനെ അവർ പാണക്കാട് സെറ്റിലാകുമ്പോഴാണ് പാണക്കാട് ശിഹാബ് തങ്ങളെ ആ അബ്ദുറഹ്മാൻ ശിഹാബ് എന്നുള്ള ആ പരമ്പര അവർ ഉൾക്കൊണ്ട് അവിടെ ശിഹാബ് കുടുംബമായി മാറിയത്. ഫൂക്കോയ തങ്ങൾ വരേക്ക് ശിഹാബ് എന്നുള്ള ഒരു പദവി കുറവായി. യമനിലെ തെരീമിൽ നിന്ന് അവർ വരുമ്പോൾ സയ്യിദ് അബ്ദുറഹ്മാൻ
ശിഹാബുദ്ദീൻ എന്ന മഹാനവറുകളുടെ ആ പരമ്പരയാണ് ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന നമുക്കേവർക്കും കണ്ണിലുണ്ണിയായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ അദ്ദേഹത്തിന്റെ ആ മഹത്വത്തിന്റെ ഒരു വലിയ കാര്യങ്ങൾ ഞാൻ ഇവിടെ വിശദീകരിക്കുമ്പോൾ അതിനുള്ള സമയവും സന്ദർഭവുമല്ല. ഓരോ ആളുകളും ഇവിടെ പ്രസംഗത്തിനും അതുപോലെ തന്നെ ആശംസകൾ അർപ്പിക്കാനും ഒക്കെ നിരനിരയായി തന്നെ പണ്ഡിത നിരകൾ ഈ സദസ്സിലുണ്ട്. ഞാൻ കല്യാണം കഴിച്ച് 1981 ഫെബ്രുവരി 15 വിവാഹം കഴിഞ്ഞ് ഫെബ്രുവരി 18 ഞാനും എന്റെ സ്നേഹിതനും അവന്റെ ഭാര്യയും എന്റെ ഭാര്യയും നേരെ ഇന്നത്തെ ഹണിമൂൺ ട്രിപ്പ് എന്നൊക്കെ പറയണ മാതിരി അന്ന് ഞങ്ങൾ പോയത് പാണക്കാടാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ നേരിൽ കണ്ട് പൊരുത്തങ്ങളൊക്കെ വാങ്ങി കൈ കൊടുക്കുമ്പോൾ ആ കയ്യിന്റെ ഒരു മാർദ്ദവം അന്ന് ഞാൻ ചെറുതാണെങ്കിലും ഇന്നും അതൊരു വല്ലാത്തൊരു അനുഭൂതിയായിട്ട് എന്റെ മനസ്സിലുണ്ട്. ഞങ്ങൾ അവിടെ പോയി വന്ന് അങ്ങനെ ജീവിതങ്ങൾ നയിച്ച് പിന്നെ ദുബൈയിലും സൗദിയിലും ബോംബെയിലൊക്കെ വെച്ച് പല പ്രാവശ്യം ശിഹാബ് തങ്ങളെ കാണാനും KMCC എന്ന ഒരു വലിയ മഹത്തായ ഒരു സംഘടനയുടെ സ്വീകരണം മൂലം അവിടെ വരുമ്പോൾ ഞാനൊക്കെ അവിടെ ചെന്ന് ശിഹാബ് തങ്ങളെ കെട്ടിപ്പിടിച്ച് ആ മഹത്വത്തിന്റെ ഒരു വലിയ ഒരു നേട്ടം ഞാൻ കരസ്ഥമാക്കിയിട്ടുള്ളത് ശിഹാബ് തങ്ങൾ വിയർത്തൊരിക്കെ വല്ലാതെ കഴുത്തിലൂടെയൊക്കെ വലിക്കുന്നുണ്ട്. ഞാൻ കെട്ടിപ്പിടിച്ച് മഹാനവറുകളുടെ ആ വിയർപ്പെല്ലാം വായിലായി. ഞാൻ ആ വിയർപ്പ് വായിലേക്ക് ഇറക്കി. അത് സയ്യിദ് എന്നുള്ള ആ ഒരു പോരിശ എന്റെ ഹൃദയത്തിൽ അന്നും ഇന്നും എന്നും ചെറിയ കുട്ടിയാവുമ്പോഴേ പാണക്കാടുള്ള ബന്ധത്തിന്റെ മേൽ നാം വെച്ചു പുലർത്തുന്നതാണ്. അള്ളാഹുവിന്റെ റസൂലിലേക്കാണല്ലോ എത്തുന്നത്. ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങൾ അതിന്റെ പരമ്പരയായി വന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ആ പരമ്പരയിലേക്ക് എത്തുമ്പോൾ ആരംഭപ്പൂവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരു ഹളറത്തിലേക്കാണ് നാം ഓരോരുത്തരും ഓരോ സയ്യിദിനും നമ്മുടെ കരങ്ങൾ സലാം പറഞ്ഞു കൊടുക്കുമ്പോഴും മുത്തുമ്പോഴും എത്തുന്നത് എന്നുള്ള വിശ്വാസമാണ് നാം ഏവർക്കും ഉള്ളത്. പലതരത്തിലും പല വിധത്തിലും തങ്ങന്മാരെ എതിർക്കുകയും അവരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ക്ഷുദ്രജീവികൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. സയ്യിദന്മാര് ഇല്ലെങ്കിൽ അവരാണ് ഇവിടെ ദീന് കൊണ്ടുവന്നത്, അവരാണ് ഇവിടെ ദീനിനെ പ്രചരിപ്പിച്ചത്. ബഹുമാനപ്പെട്ട ആരംഭ മുത്ത് അബൂബക്കർ എന്ന് പേര് നാമധേയമുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുൽ അസാത്തീദ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ അവറുകൾ, അതുപോലെ തന്നെ കണ്ണിയത്ത് ഉസ്താദ് തുടങ്ങി നമ്മുടെ എല്ലാ മഹാന്മാരായ പണ്ഡിതന്മാരും ഏത് സദസ്സിലാണെങ്കിലും സയ്യിദന്മാർക്ക് ഒരു ബഹുമാനം കൊടുത്തിട്ടേ അവര് മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങാറുള്ളൂ. ഒരു ചെറിയൊരു കുട്ടി സയ്യിദാണ് ഒരു സദസ്സിലുണ്ടെങ്കിൽ പോലും മഹാന്മാരായ പണ്ഡിതന്മാർ അവരെ കൊണ്ടാണ് ദുആ ചെയ്യിപ്പിക്കാറും അവർക്കാണ് മുൻഗണന നൽകാറുമുള്ളത്. നമുക്ക് സയ്യിദന്മാരെ വില അറിയാത്തത് കൊണ്ടും അവരെ മഹത്വം നാം മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ് നാം പലതും പറയുന്നത്. അത് പാണക്കാടല്ലേ, അത് അങ്ങനല്ലേ, ഇതിങ്ങനല്ലേ, അവര് രാഷ്ട്രീയത്തിലല്ലേ, അവരെന്തോ ആയിക്കോട്ടെ, അവര് അനുധാവനം ചെയ്യണ ദീനിനെ നാം ഉൾക്കൊള്ളുക, അവരെ പാത പിൻപറ്റുക, അവർക്ക് വേണ്ടി നാം ജീവിക്കുക, നമ്മുടെ തടി അവർക്ക് വേണ്ടി ദണ്ഡം ചെയ്യുക. ഇതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഈ ബഹുമാന പുരസ്സരം ഇവിടെ വന്നിട്ടുള്ള ഈ സദസ്സിനോട് ഉണർത്താനുള്ളത്. എനിക്ക് ഒരു പ്രാസംഗിക കഴിവോ അല്ലെങ്കിൽ ഒരു പാണ്ഡിത്യമോ ഇല്ലാത്ത ഒരു സാധാരണ മനുഷ്യനാണ് ഞാൻ. എന്റെ ഈ വാക്കുകളിൽ എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിനയപൂർവം ഞാൻ താഴ്മയോടെ ക്ഷമാപണം നടത്തുന്നു. ഈ സയ്യിദന്മാരുടെ ഇടയിൽ ഞാൻ എണീറ്റ് നിൽക്കാനുള്ള കാരണക്കാരൻ എന്റെ ഉമ്മയാണ്. എന്റെ ഉമ്മ എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നെ അറിയുന്നവർക്കും എന്റെ നാട്ടിൽ
നാട്ടുകാർക്കും. എന്റെ ഉമ്മ സയ്യിദന്മാരെ വല്ലാതെ സ്നേഹിച്ചിരുന്നു, പണ്ഡിതന്മാര്. അതിന്റെ ഒരു താവഴിയായിട്ടാണ് ഞാൻ ഇന്ന് ഈ കോലത്തിലായത്. അല്ലെങ്കിൽ ഞാനൊക്കെ എന്താകുമായിരുന്നു എന്നുള്ളത് ഞാൻ തന്നെ ഊഹിക്കാറുണ്ട്. അപ്പോ അർഹമുറാഹിമായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഈ സംഗമത്തെ നമുക്ക് എല്ലാവർക്കും ഒരു വലിയ ഒരു നിധിയായിട്ട്, ഒരു സ്വത്തായിട്ട് നാളെ പരലോകത്തേക്ക് ഇതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രൊമോട്ട് ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ഐശ്വര്യവും സമാധാനവും ദീർഘായുസ്സും ആഫിയത്തും ഈ മഹത്തുക്കളുടെ വലിയ പുണ്യം കൊണ്ട് നമുക്ക് അല്ലാഹു നേടിത്തരുമാറാവട്ടെ. ഇവരെയൊക്കെ സ്നേഹിക്കുന്ന ആ കൊടപ്പനക്കൽ തണലിന്റെ കീഴിൽ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി ഇന്നും നിലനിൽക്കുന്ന, അത് ഖിയാമത്ത് നാൾ വരെ അത് ഉൾക്കൊണ്ട് നമ്മുടെ മക്കള് സന്തതി പരമ്പരകൾക്ക് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ ദേശക്കാരും ഓരോ വേഷത്തിലും തങ്ങന്മാരടുത്ത് സമീപിക്കുമ്പോൾ എക്കാലത്തും ഒരു തങ്ങള് ആ പൂമുഖ വാതിൽക്കലിരിക്കും. അത് ഞാൻ ചെറിയ കുട്ടിയാകും ബഹുമാനപ്പെട്ട തങ്ങള് PMSA പൂക്കോയ തങ്ങൾ വഫാത്തായ സന്ദർഭത്തില് മഹാനവറുകളെ എനിക്ക് നേരിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പോ അന്ന് പറയുന്ന ഒരു മദ്രസിലെ കുട്ടികള് ഒരു പദ്യം, ഒരു പാട്ട് പറയുന്നത്, ഒരു താൽക്കാലികമായിട്ട് ഒരു ഓർമ്മ, ഒരു വരി ഞാൻ പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ആരെയും ബുദ്ധിമുട്ടിച്ച് കൂടുതൽ ഇരുത്തുന്നില്ല, ഞാൻ ഉപസംഹരിക്കാം ഇൻഷാ അല്ലാഹ്. അതായത് പണക്കാടാറൂട്ടിയിലോടിടുന്ന വാഹനം ഇപ്പോൾ തീർത്തുന്നില്ല, പൂങ്കരളായ പൂക്കോയ തങ്ങൾ പൂങ്കുയിൽ നാദം നീലച്ചു പോയി. ആ നാദം ഇനി നമുക്ക് ഈ ഭൂമുഖത്ത് നിന്ന് കേൾക്കാൻ കഴിയില്ല എന്നുള്ളത് അന്ന് ചെറിയ കുട്ടിയാവുമ്പോൾ തന്നെ ഞാനൊക്കെ മനസ്സിലാക്കി വെച്ചതാ. പക്ഷേ അവരുടെ മക്കൾ പരമ്പരയിലൂടെ നമ്മൾ ആ ഉപദേശങ്ങളും ആ നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നാം സയ്യിദന്മാരെയും ഉസ്താദുമാരെയും അംഗീകരിക്കുക, അവരുടെ ആശീർവാദവും അനുഗ്രഹവും നാം നേടുക, അവർക്ക് വേണ്ടി നാം ജീവിക്കുക, അവരുടെ പൊരുത്തം നാം നേടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവിധ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തങ്ങന്മാരോട് കൂടെ അവരുടെ പാത പിൻപറ്റി അവരോട് കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരാക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ തൽക്കാലം ഉപസംഹരിക്കുന്നു. എല്ലാവിധ ആശംസകളും അർപ്പിച്ചു